Hello guys, welcome back to our welcome to our channel. ചാനൽ പേര് പറഞ്ഞായി അതിലൊക്കെ ആയിക്കോട്ടെ, അടുത്ത വീഡിയോയിൽ നമ്മളത് പറയുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു മൈൻക്രാഫ്റ്റ് സർവൈവലാണ്. കയ്യിലിരിക്കുന്ന സാധനങ്ങൾ നോക്കണ്ട, എനിക്ക് ഞാൻ മറ്റേ സ്റ്റാർട്ടർ ചെസ്റ്റ് ആക്റ്റീവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇനി തേർഡ് പേഴ്സൺ മാറ്റട്ടെ, രാഗാവുണ്ട്. ബ്ലാ 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 ബ്ലാ. ഇത് അവിടെ എവിടെ കൊണ്ടായിരുന്നു നമ്മുടെ റിസ്പോൺ പോയിന്റ്. ഞാനവിടെ നിന്ന് സ്റ്റാർട്ടർ ടെസ്റ്റ് എടുത്ത് നിങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ ഒരു വില്ലേജ് കണ്ട്. അപ്പോഴത്തേക്കും ഞാനിവിടെ എവിടെയും കണ്ട് ഒരു റീസ്പോൺ പോയിന്റ് അടിച്ച്. അപ്പോഴാണ് എനിക്ക് ബുദ്ധി തോന്നിയത്, ഗൈസ് നമുക്ക് ഒരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. അപ്പോൾ സർവൈവൽ സീരീസിൽ ആദ്യം ചെയ്യുന്ന കാര്യമാണ് മരം മുറിക്കൽ. പക്ഷെ അത് വെച്ച് ബാക്കിയെല്ലാം അതിൻ്റെ അത് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും തുടങ്ങുന്നത് പുള്ളിക്കാരൻ എന്നാ ട്രൈ ചെയ്യാമല്ലേ. കൊള്ളാം. എമറാൾഡ് എടുത്ത ഹെൽമെറ്റ് ഒന്ന് കോളോടുന്നു. പിന്നെ മരമില്ലേ? അതെ, നമുക്ക് നേരെ ആ മരമൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാം. അതിൻ്റെ സീഡ് ഞാൻ പിന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതൊക്കെ പിന്നെല്ലാം ചെയ്താൽ മതി. നമുക്ക് ഷീപ്പിനെ കണ്ടപ്പോൾ കൊല്ലണം. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കി മരമൊക്കെ വെട്ടി. വെയിറ്റ് എ മിനിറ്റ്, എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ആക്സ് ഉണ്ട്. എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ആരായിപ്പോൾ ആക്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണി കാണുന്ന എല്ലാം അതിനെ തല്ലി തരണം. ചത്തില്ല സാധനം ചാവൂല. യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് പിന്നെ മരം മുറിക്കട്ടെ ഉള്ളേ. എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ നിങ്ങൾക്ക് എനിക്ക് പോയാ. അതെ, അപ്പൊ അവിടെ സെൻസിറ്റിവിറ്റി കൂടിപ്പോയോ? അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ. മരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ സാപ്ലിങ് വളരെ വളരെ വലിയ ഇതായിട്ടുള്ള കാര്യമാണ്. അവിടെ ഉണ്ടാതിരുന്നേ കൊള്ളൂല്ലാത്ത നീയാണ്. ഇത് നടന്ന് വീയാത്തിന്നെങ്ങാനും നടക്കുമോ? ടു ഇറ്റാലിറ്റി റേറ്റർ ഇതൊന്നും നടക്കാത്ത ഒരെണ്ണം മതി. നമുക്ക് അങ്ങോട്ട് ഇടയൊക്കെ പോയിട്ട് വരാം. വെയിറ്റ് മിനിറ്റ്സ്, ഞാൻ കോർഡിനേറ്റ് ഓണാക്കില്ല. പിന്നെ ഓണാക്കാം. കയ്യിൽ കാണിക്കാം. അപ്പോ മരമില്ലേ? ഇല്ലടാ. വേറൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു മരം അല്ല, ഇതിൻ്റെ അകത്ത് കയറിയ വില്ലേജ് അല്ലല്ലോ. ഈ വില്ലേജിൽ ഈ സ്ഥലത്ത് 2 വില്ലേജ് ഉണ്ടെന്നാണ്. മരം വെട്ടിട്ട് പോവാം. ഒരു വില്ലേജിൽ ഒരു മരം വെച്ചോണ്ട് ഉണ്ടാവുള്ളൂ. ആർക്കറിയാം. ബ്ലാക്ക് സ്മിത്തിന്റെ പിന്നെ കയറാൻ മതി. ഹലോ മൈ ഗായ്, ഇതാരാ? ഏതാ വീട് വന്നത്?
നമ്മൾ കിടക്കണ്ടോ? അത്രയും പറഞ്ഞാൽ അതില്ല. ഇത് ഏത് ഹപ്പിക്കിൻ്റെ വീടാ? ശോ, ഒന്ന് പുറത്തോട്ട് ഇറങ്ങി താഴത്തെ കൂടെ ഇറങ്ങണം. അത് കഷ്ടം. ചാടാനും മറ്റൊരു ജാലിയൊരു വേറെ വീട്ടിൽ കയറിയോ? ഈ വില്ലേജ് നമുക്ക് സർവൈവലിന് അടിപൊളിയായിരിക്കും. ഒന്ന് പോടാ. പോയേ കേറണം. ഇതിൻ്റെ അകത്തുമില്ലേ പുല്ല്? ഇതിന്റെ അകത്തൂല്ലേ ഒരു എക്കോയാ ഉണ്ടായിക്കടി. ഇവിടെ മിക്കവാറൊരു സോംബി വില്ലേജിലുണ്ടാകാൻ എല്ലാ സാധ്യതകളും ദൈവം. അപ്പൊ ഇതിന് അത് ഓടാൻ പറ്റുള്ളൂ. ഇതിലില്ലേ മറ്റേ വില്ലേജ്. ഇപ്പൊ എനിക്ക് എന്തായാലും ഉറപ്പായി ഇത് മറ്റേ വില്ലേജ് അല്ലാന്ന്. അവസാനം ഫൈനലി എടുത്തിട്ടേക്കാം. ഹലോ വില്ലേജറേ. തേണ്ടി മോൺസ്റ്റർ തേണ്ടി ഞാൻ പുറത്തിറങ്ങണ എങ്ങനെയാ? നമ്മൾ നൈസായിട്ട് അതിന് കൂടുതലെല്ലാം പോയി കിടന്നു. എൻ്റെ മോൺസ്റ്ററുകൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ കൊടുത്താൽ പകർന്നുറങ്ങാൻ പറ്റിയൊരു സാധ്യതയില്ല ഇവിടെ. ഇവിടെ അടിപൊളിയായിരിക്കും. എന്ത് സമ്മതിക്കില്ലേട്ടാ. വേണ്ടിയാണത്. അപ്പൊ കൊള്ളൂല. മറന്നല്ലേ ഞങ്ങളുടെ അങ്ങനെ ഒന്ന് കിടന്ന് ഉറങ്ങി. എന്താ സമാധാനം ഒന്ന് ഉറങ്ങിയപ്പോ. ഞാൻ ഇവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ചെത്താണ്.